പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച നമ്മൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നത്, അവന്റെ കൽപ്പനകൾ പാലിക്കുന്നത്, അവനു വേണ്ടി നോമ്പെടുക്കുന്നത്, പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നത്, രാത്രിയിൽ ആരും കാണാത്തപ്പോൾ സുജൂദുകൾ നീ ചെയ്യുന്നത്, ഒരാളും കാണുകയില്ല എങ്കിലും നീ പാവങ്ങൾക്ക് നിന്റെ കയ്യിലുള്ള സദഖ അത് ദാനം ചെയ്യുന്നത്, നീ ദിക്റുകൾ ചൊല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ കാണുക എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുകയാണ്. അതിനോളം വലിയൊരു ലക്ഷ്യമില്ല, അതിനോളം വലിയ ഒരു അനുഗ്രഹം ഇല്ല. സഹോദരൻ, നീ ചിന്തിച്ചു നോക്ക്. നീ ഈ കാലം അത്രയും ഇബാദത്ത് ചെയ്ത, നീ ആരെ വിളിച്ചു തേടിയോ, ആരോട് നിന്റെ പ്രയാസങ്ങൾ പറഞ്ഞു, ആരെ ദിക്ർ ചെയ്തു, ആർക്ക് മുന്നിൽ നീ നിന്റെ ശരീരത്തിലെ ഏറ്റവും ഷറഫുള്ള ഏറ്റവും നല്ല അവയവം അത് നിലത്തുകുത്തിയോ, ആരിലേക്ക് നീ കരങ്ങൾ ഉയർത്തിയോ, ആരോട് നിന്റെ ആവലാദികൾ പറഞ്ഞുവോ, ആർക്കു വേണ്ടി നീ സുജൂദുകളും റുക്കൂകളും ചെയ്തു, ആ റബ്ബിനെ കാണുന്ന ഒരു രംഗം നീ കാണാതെ ഇബാദത്ത് ചെയ്ത, കാണാതെ നീ ഇബാദത്ത് ചെയ്ത് ആരാധിച്ച ആ റബ്ബിനെ നീ നേരിട്ട് കാണുന്ന രംഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തായിരിക്കും? അതാണ് എല്ലാം. റബ്ബാണ് നമുക്കെല്ലാം. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം. എല്ലാ സിഫത്തുകളും സമ്പൂർണമായിട്ടുള്ളവൻ, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയവൻ, നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നവൻ, നിന്നെ പടച്ചവൻ, നിന്റെ വാക്കുകൾ കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, ഏറ്റവും മഹത്വമുള്ളവൻ, ഏറ്റവും ഭംഗിയുള്ളവൻ.